പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് യേശു പറഞ്ഞതാരോട്? ഉത്തരം: രാജഭൃത്യനോട്. യോഹന്നാൻ 4:48. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: മഹാപുരോഹിതൻ. യോഹന്നാൻ 18:19. ക്വസ്റ്റ്യൻ: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാര്? ഉത്തരം: ചേവകർ. 2:16. ക്വസ്റ്റ്യൻ: വലിയ പുരുഷാരം തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് യേശു ഇവർക്കെല്ലാം കഴിക്കുവാൻ അപ്പം എവിടെ നിന്ന് വാങ്ങും എന്ന് പരീക്ഷിച്ച് ചോദിച്ചതാരോട്? ഉത്തരം: ഫിലിപ്പോസിനോട്. 6:5-6. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ അടുക്കൽ വന്ന് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണെന്ന് പറഞ്ഞതാര്? ഉത്തരം: നിക്കോദേമോസ്. 2:16. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നതെന്താണ്? ഉത്തരം: കൃപമേൽ കൃപ. 1:16. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഫിലിപ്പോസ് നഥനയേലിനോട്. 1:45. ക്വസ്റ്റ്യൻ: യേശുവിന് ആരെക്കുറിച്ചാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാത്തത്? ഉത്തരം: മനുഷ്യൻ. 2:25. ക്വസ്റ്റ്യൻ: യേശു തേജസ്കരിക്കപ്പെട്ട ശേഷം ഭൂമിയിൽ വന്നതെന്താണ്? ഉത്തരം: പരിശുദ്ധാത്മാവ്. 7:39. ക്വസ്റ്റ്യൻ: തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം ആരോട് മത്സരിക്കുന്നു? ഉത്തരം: കൈസരോട്. 19:12. ക്വസ്റ്റ്യൻ: യേശു പെസഹയ്ക്ക് എത്ര ദിവസം മുമ്പാണ് ബെഥാനിയിൽ വന്നത്? യേശുവിന് വേണ്ടി അവർ എന്തു ചെയ്തു? ഉത്തരം: 6 ദിവസം. അത്താഴം ഒരുക്കി. 12:1-5. ക്വസ്റ്റ്യൻ: യേശു എങ്ങനെയാണ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ എത്തിയത്? ഉത്തരം: ഉള്ളം നൊന്ത്. 11:38. ക്വസ്റ്റ്യൻ: സ്ത്രീയെ ആരും കല്ലെറിയാതെ യേശുവും അവളെ പറഞ്ഞയച്ച ശേഷം യേശു എന്ത് ചെയ്തു? ഉത്തരം: വീണ്ടും ജനത്തെ ഉപദേശിച്ചു, സംസാരിച്ചു. 8:1-11-12. ക്വസ്റ്റ്യൻ: യഹൂദന്മാർ യേശുവിനേക്കാൾ വലിയവനായി കണ്ടതാരെയാണ്? ഉത്തരം: അബ്രഹാമിനെ. 8:53. ക്വസ്റ്റ്യൻ: നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് യഹൂദന്മാർ പുറത്താക്കിയതാരെ? ഉത്തരം: പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ. 9:34. ക്വസ്റ്റ്യൻ: എൻ്റെ പിതാവിൻ്റെ ആലയം എന്താക്കരുതെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വാണിഭശാല. 2:16. ക്വസ്റ്റ്യൻ: ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നുവെന്ന് പ്രവചിച്ചതാര്? ഉത്തരം: കയ്യഫാവ്. 11:52. ക്വസ്റ്റ്യൻ: ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുടെ മാനത്തെ അധികം സ്നേഹിച്ചതാര്? ഉത്തരം: പ്രമാണികൾ. 12:42-43. ക്വസ്റ്റ്യൻ: ലോകത്തിൽ തനിക്കുള്ളവരെ യേശു അവസാനത്തോളം എന്തു ചെയ്തു? ഉത്തരം: സ്നേഹിച്ചു. 13:1. ക്വസ്റ്റ്യൻ: ഹന്നാവ് എങ്ങനെയാണ് യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കിലേക്ക് അയച്ചത്? ഉത്തരം കെട്ടപ്പെട്ടവനായി. 18-24. ക്വസ്റ്റ്യൻ:
യേശുവിനെ ക്രൂശിച്ച ശേഷം പടയാളികൾ യേശുവിൻ്റെ വസ്ത്രം, അങ്കി ഇവയെ എന്തു ചെയ്തു? ഉത്തരം വസ്ത്രം പങ്കിട്ടു, അങ്കി ചീട്ടിട്ടു. 19-23-24. ക്വസ്റ്റ്യൻ: കാര്യസ്ഥൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാർക്ക്? ഉത്തരം ലോകത്തിന്. 16-8. ക്വസ്റ്റ്യൻ: സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് അറിഞ്ഞ യേശു പറഞ്ഞതെന്താണ്? ഉത്തരം എനിക്ക് ദാഹിക്കുന്നു. 19-28. ക്വസ്റ്റ്യൻ: എന്തു നിമിത്തമാണ് യേശുവിൻ്റെ ശരീരം സമീപമുള്ള കല്ലറയിൽ വെച്ചത്? ഉത്തരം യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം. 19-42. ക്വസ്റ്റ്യൻ: യേശുവിനെ പിടിച്ചു കെട്ടി ആദ്യം ആരുടെ അടുക്കൽ കൊണ്ടുപോയി? ഉത്തരം ഹന്നാവിൻ്റെ. 18-12-13. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ശരീരം കാണാതെ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മറിയ കല്ലറയിൽ നോക്കിയപ്പോൾ കണ്ടതാരെ? ഉത്തരം 2 ദൂതന്മാരെ. 20-11-12. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യന് തനിക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? ഉത്തരം വയസ്സനായ ശേഷം. 21-18. ക്വസ്റ്റ്യൻ: ഫിലിപ്പോസിനോട് ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞത് ആര്? ഉത്തരം യവനന്മാർ. 12-21. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ക്രൂശിനരികെ എത്ര സ്ത്രീകൾ നിന്നിരുന്നു? ഉത്തരം 4. 19-25. ക്വസ്റ്റ്യൻ: യേശു പത്രോസിനോട് എത്ര പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്? ഉത്തരം 2 പ്രാവശ്യം. 21-15-16. ക്വസ്റ്റ്യൻ: യേശു ലോകത്തിലേക്ക് വന്നത് ലോകത്തെ എന്ത് ചെയ്യാനാണ്, എന്ത് ചെയ്യാനല്ല? ഉത്തരം രക്ഷിപ്പാൻ, വിധിപ്പാനല്ല. 12-47. ക്വസ്റ്റ്യൻ: ആരാണ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത്? ഉത്തരം കാര്യസ്ഥൻ. 6-7-13. ക്വസ്റ്റ്യൻ: യെരുശലേമിലുള്ള എബ്രായ കുളത്തിന് എത്ര മണ്ഡപമുണ്ട്? ഉത്തരം 5. 5-2. ക്വസ്റ്റ്യൻ: വീഞ്ഞായ വെള്ളം രുചിച്ചു നോക്കിയ വിരുന്നുവാഴി ആരെയാണ് വിളിച്ചത്? ഉത്തരം മണവാളനെ. 2-9. ക്വസ്റ്റ്യൻ: യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നത്? ഉത്തരം രക്ഷ. 4-22. ക്വസ്റ്റ്യൻ: നിങ്ങൾ ലോകക്കാരായിരിക്കാതെ യേശു നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ എന്തു ചെയ്യുന്നു? ഉത്തരം പകയ്ക്കുന്നു. 15-19. ക്വസ്റ്റ്യൻ: സത്യം എന്നാൽ എന്തെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം പീലാത്തോസ്. 18-38. ക്വസ്റ്റ്യൻ: യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ജനത്തെ പോഷിപ്പിച്ച അടയാളം കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം ആളുകൾ. 6-14. ക്വസ്റ്റ്യൻ: ഇരുൾ പിടിച്ചടക്കാത്തതെന്താണ്? ഉത്തരം വെളിച്ചം. 1-5-6. ക്വസ്റ്റ്യൻ: യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി വാദമുണ്ടായത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ശുദ്ധീകരണത്തെക്കുറിച്ച്. 3-25. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണം അറിയാത്ത പുരുഷാരം? ഉത്തരം ശപിക്കപ്പെട്ടവൻ. 7-49.
ക്വസ്റ്റ്യൻ: ഞങ്ങളോട് കൂടെ പാർക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചതാര്? യേശു എത്ര ദിവസം അവിടെ പാർത്തു? ഉത്തരം: ശമര്യർ. 2 ദിവസം. 4:40. ക്വസ്റ്റ്യൻ: മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ 2 മനുഷ്യരുടെ സാക്ഷ്യം എന്താണ്? ഉത്തരം: സത്യം. 8:17. ക്വസ്റ്റ്യൻ: അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നത് ഏതിനെ? ഉത്തരം: കായ്ക്കുന്നതിനെ. 15:2. ക്വസ്റ്റ്യൻ: യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആരുടെ കണ്ണിന്മേലാണ് പൂശിയത്? ഉത്തരം: പിറവിയിലെ കുരുടനായ മനുഷ്യൻ്റെ. 9:1-6. ക്വസ്റ്റ്യൻ: യേശു ക്രൂശിന്മേൽ കിടന്ന് മരിക്കുന്നതിനു മുമ്പ് അവസാനമായി പറഞ്ഞതെന്ത്? ഉത്തരം: നിവൃത്തിയായി. 19:30. ക്വസ്റ്റ്യൻ: ലോകം യേശുവിൻ്റെ പിന്നാലെയായെന്ന് പറഞ്ഞതാര്? ഉത്തരം: പരീശന്മാർ. 12:19. ക്വസ്റ്റ്യൻ: യേശുവിനോട് നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞതാര്? ഉത്തരം: യഹൂദന്മാർ. 8:48. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ശരീരം പുതിയൊരു കല്ലറയിൽ വെച്ചതാരെല്ലാം? എന്തുകൊണ്ട് അവിടെ വെച്ചു? ഉത്തരം: യോസേഫ്, നിക്കോദേമോസ്. സമീപം ആകൊണ്ട്. 19:38, 39, 42. ക്വസ്റ്റ്യൻ: യെരുശലേമിലുള്ള ബെഥസ്ദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ആട്ടുവാതിൽക്കൽ. 5:2. താങ്ക്സ് ഫോർ വാച്ചിങ്.